ഓട്ടോറിക്ഷ പാർക്കിംഗുമായി ബന്ധപ്പെട്ട തർക്കത്തിനു പിന്നാലെ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനം. റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനായ സബ് ഇൻസ്പെക്ടർ ജയനാണ് ഓട്ടോ തൊഴിലാളിയെ മർദ്ദിച്ചത്. സംഭവത്തിൽ പരിക്കേറ്റ 64-കാരനായ ഡ്രൈവർ അശോകനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പബ്ലിക് വെച്ച് ഇത്ര പൈസ മനുഷ്യൻ ഈ പബ്ലിക് എടാ പോടാ ഒന്ന് വിളിക്കണ്ട സാർ, മാന്യോട് സംസാരിക്കണം സമയത്ത് വണ്ടിയുള്ള യന്ത്ര വണ്ടി എടുക്കാൻ താമസമുണ്ട്. അമ്മയെ തെറി വിളിച്ച സമയത്ത് പുള്ളി ചോദിച്ചു എന്തിനാണ് എന്നെ തെറി വിളിക്കുന്നത് ചോദിച്ചു. തെറി വിളിക്കുന്നത് ചോദിച്ചതും പുള്ളി പെട്ടെന്ന് ചെവിക്കലോക്കി അടി കൊടുത്തു. അടിച്ച സാറ് എന്തിനാണ് ആവശ്യമില്ല അടിക്കുന്നത് ചോദിച്ചപ്പോൾ വീണ്ടും അയാൾ നെഞ്ചത്ത് ഒരു ചവിട്ട് കൊടുത്തു. ചവിട്ടും കൊടുത്തിട്ട് പുള്ളിയെ വിളിച്ച് വലിച്ചകത്തുണ്ടായപ്പോൾ തൊഴിലാളികളോട് വിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു. ADGP വരുന്നതുമായി ബന്ധപ്പെട്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പോലീസും ഡ്രൈവർമാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. രാവിലെ 4:30-ഓടെ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന അശോകന്റെ വാഹനവും നീക്കാൻ ആവശ്യപ്പെട്ടു. അതേസമയം CNG വാഹനമായ അശോകന്റെ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടായി. തുടർന്ന് അശോകനുമായി SI ജയൻ കയർത്ത് സംസാരിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു. പബ്ലിക് വെച്ച് ഇത്ര പൈസ മനുഷ്യൻ ഈ പബ്ലിക് എടാ പോടാ ഒന്ന് വിളിക്കണ്ട സാർ, മാന്യോട് സംസാരിക്കണം പുള്ളി വന്ന് പല സമയത്ത് ഇതുപോലെ പല ഷോ കാണിക്കാറുണ്ട് ഇവിടെ വന്നിട്ട്. കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് അകത്ത് കയറി ക്യാൻവാസ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ലൈനിലിട്ട് ഓടുന്നതാണ്. റെയിൽവേക്ക് നമ്മൾ പൈസ അടച്ച് ഓടുന്നവരാണ്. ഏകദേശം ഒന്നാമത് നമ്മൾ റെയിൽവേയായിട്ട് നമ്മൾ സഹകരിച്ചാണ് പോകുന്നത്. കാര്യം 100-400 വണ്ടിക്ക് പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വണ്ടി ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ പുറത്തോട്ട് മാറ്റിയിട്ടിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇത് ബ്ലോക്ക് ഉണ്ടാക്കാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു അനുസരിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെ മാറ്റിയിടുന്ന വണ്ടിയല്ല, ലൈനിൽ കിടന്ന വണ്ടിയാണ്. ജയന്റെ മുഖത്ത് മർദ്ദിക്കുകയും നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പരിക്കേറ്റ അശോകനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലെ പ്രീപെയ്ഡ് ഓട്ടോ സർവീസുകൾ ഇന്ന് സർവീസ് നടത്തിയില്ല. അതേസമയം ഓട്ടോ നീക്കാൻ ആവശ്യപ്പെട്ടതല്ലാതെ മർദ്ദനം ഉണ്ടായിട്ടില്ലെന്നാണ് റെയിൽവേ പോലീസ് നൽകുന്ന വിശദീകരണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.